ഹായ് ഹലോ, ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധിൻ. നമ്മൾ ഇന്ന് നിൽക്കുന്നതേ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഒരു പുതിയ മെത്തേഡ് ഓഫ് ഫെൻസിങ് നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ 3 ഉണ്ട്. കോൺക്രീറ്റ് കാലാണ് ഏറ്റവും റേറ്റ് കുറയുന്നത്. അതിൻ്റെ മുകളിലുള്ള ആംഗിൾ, പിന്നെ GI പൈപ്പ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നമ്മൾ GI പൈപ്പും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് കാലും നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് ആംഗിൾ പോസ്റ്റാണ്. നിങ്ങളുടെ അടുത്ത് ഇതൊരു എത്താത്തൊരു ആംഗിൾ പോസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ആംഗിൾ പോസ്റ്റിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം. നമുക്ക് ചെയിൻ ലിങ്കിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 5 അടി ഹൈറ്റാണ് വരുന്നത്. ചെയിൻ ലിങ്കിൻ്റെ സ്പെസിഫിക്കേഷൻ ആദ്യം പറയാം. 3 ഇഞ്ച് 12 ഗേജിൽ ടാറ്റ വയറോണിൽ വരുന്ന 60 GSM കോട്ടിങ് വരുന്ന നോർമൽ GI ആയിട്ടുള്ള ചെയിൻ ലിങ്ക് ആണ്. 3 ഇഞ്ച് 75 mm ഔട്ടർ ഡയമീറ്റർ കള്ളികളുടെ അകലം, 12 ഗേജ് കമ്പിയുടെ തിക്നെസ്സും വരുന്ന ചെയിൻ ലിങ്കും, 3 ലൈൻ പ്ലെയിൻ കമ്പി 12 ഗേജ് കെട്ടാനും വലിക്കാനും ഉപയോഗിച്ചിട്ടുള്ളത്. 14 ഗേജും 16 ഗേജുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആംഗിൾസ് ആണ്. ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ സ്റ്റംപ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ബിറ്റുമിൻ കോട്ടഡ് ആയിട്ടുള്ള ആംഗിളാണ്. ഈ ആംഗിൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ആംഗിളിൽ നിന്ന് എങ്ങനെ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആംഗിൾ ഒന്നാമത്തെ കാര്യം ബിറ്റുമിൻ കോട്ടഡ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് L ആംഗിളാണ്. അതായത് ഇംഗ്ലീഷ് ലെറ്റർ L പോലെയാണ് നമ്മുടെ ആംഗിൾ വരുന്നത്. ഇത് Y ഷേപ്ഡ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഇത് ഈ ഒരു ഫെൻസിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ Y ആംഗിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ലെറ്റർ Y പോലെയാണെന്ന് പറഞ്ഞു. ക്രോസ് സെക്ഷൻ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ Y ഇട്ട പോലെയാണ് വരുന്നത്. 3 ഭാഗത്തോട്ടും 3 വാലാണ്. അതിൽ 2 വാലുകൾ തിക്നെസ് കുറവും 1 വാല് തിക്നെസ് കൂടുതലുമാണ്. അത് എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഹൊറിസോണ്ടലിയാണ് നമ്മുടെ ഈ ഫെൻസിങ്ങിൻ്റെ ലോഡ് വരിക. കാര്യം ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാരലായിട്ടാണ് ലോഡ് വരുന്നത്. ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള ആംഗിൾ കൊടുത്തത്. അത് നമ്മുടെ ഒരു L ആംഗിൾ സാധാരണ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ തിക്നെസ് കൂടിയതും വെയിറ്റ് കൂടിയ മെറ്റീരിയൽ ഉപയോഗിക്കണം. അപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടും. അതുകൊണ്ടാണ് ഈ Y ആംഗിൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫെൻസിങ് സെഗ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഡിമെയ്ഡായിട്ട്, ഞാൻ പറഞ്ഞു ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഇതിന് ഓൾറെഡി റെഡിമെയ്ഡായിട്ട് വരുന്ന സൈസുകളാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 5.5 6.5 ആണ് ഹൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സപ്പോർട്ടിന് സ്പെഷ്യലായിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആംഗിളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെട്ടും ബോൾട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് കാലുകൾ വരുന്നുണ്ട്. ഈ ഒരു ആംഗിളിൻ്റെ ബാക്ക് പോർഷനിൽ വരുന്ന വാലിനകത്ത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഹോൾസ് ഇട്ടതുകൊണ്ട് നമുക്ക് ഈ ചെയിൻ ലിങ്ക് വെച്ചിട്ട് GI വയർ ഇട്ട് കെട്ടുമ്പോൾ കൃത്യമായിട്ട് ഊരിപ്പോരാ. അതായത് ഇപ്പോൾ പൈപ്പാണെങ്കിലും സാധാരണ ആംഗിൾസ് ആണെച്ചാൽ നമ്മൾ ഹോൾസ് ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ചെയിൻ ലിങ്ക് ഊരി ചാടാനുള്ള ചാൻസ്. ചെയിൻ ലിങ്ക് അല്ല മെയിനായിട്ട് ഇഷ്യൂ വരാറ്, മുള്ളുകമ്പി ചെയ്യുന്ന സമയത്ത് ഊരി ചാടുന്നൊരു പ്രശ്നം വരാറുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഹോൾസുകളുടെ അകത്തൂടെ നമ്മൾ വയറിട്ട് കെട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആംഗിൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഞാൻ ഹൈറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാം. ഈ സൈറ്റ് വരുന്നത് ഏകദേശം 400 മീറ്ററോളം നീളമാണ്. ചെയിൻ ലിങ്കിൻ്റെ സൈസ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, വയർ കിട്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആംഗിൾസ് ഇട്ടിട്ടുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 2.5 മീറ്റർ. അതൊരു സ്റ്റാൻഡേർഡ് സ്പേസിംഗ് ആയതുകൊണ്ട് കോൺക്രീറ്റ് കാലാണെച്ചാലും GI പൈപ്പ് ആണെങ്കിലും ആംഗിൾസ് ആണെങ്കിലും ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ഗേറ്റാണ്. 12 അടിയുടെ നമ്മുടെ പ്ലോട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് 12 അടിയുടെ ഒരു ഗേറ്റ് ചെയിൻ ലിങ്ക് വെച്ച് തന്നെ GP ഫ്രെയിം അടിച്ചിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഒരു 2.5 ദിവസം കൊണ്ടാണ് ഈ വർക്ക് തീർത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ദിവസം കോൺക്രീറ്റ് ചെയ്തു, 2ാമത്തെ ദിവസം പകുതി വരെ കോൺക്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുന്നത്. വയറെല്ലാം കെട്ടി സഫീഷ്യൻ്റുള്ള സപ്പോർട്ട് എല്ലാ ഭാഗത്തും കൊടുത്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയിൻ ലിങ്ക് കെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞ പോലെ സാധാരണ ഈ സ്തംഭിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് സ്തംഭിൻ്റെ ഒരു സൈഡ് വരുന്നത് ഷാർപ്പണായിട്ടാണ്, അതായത് കൂർത്തെടുത്തിട്ടാണ് വരുന്നത്. അത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മണ്ണിലോട്ട് അടിച്ച് താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഒരു ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഒരു ഘടന വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആ രീതിയിൽ നമുക്ക് ഫെൻസിങ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഈ ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞാൽ, നമുക്ക് അത്രയും സ്ട്രെങ്തനായിട്ടുള്ളൊരു കാലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്ത് കെട്ടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിൽ നന്നായിട്ട് ഉറച്ച് കാല് വളയില്ല അല്ലെങ്കിൽ കാല് ചെരിഞ്ഞു പോവില്ല എന്നുള്ളൊരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണ് കുറച്ച് ലൂസുള്ള ഒരു ടൈപ്പിലാണ് മണ്ണ് വരുന്നത്. അപ്പോൾ നമ്മൾ 1.5 അടി കുഴിയെടുത്ത് അതിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സൈറ്റുകളിൽ നല്ല ഉറപ്പുള്ള മണ്ണാണെങ്കിൽ ഒരു അടി വരെയൊക്കെ നമുക്ക് അടിച്ച് താഴ്ത്തിയതിനു ശേഷം ബാക്കിയുള്ളത് മാത്രം കോൺക്രീറ്റ് ചെയ്താൽ മതി. അതും ചെയ്യാറുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് GI പൈപ്പ് ആകുമ്പോൾ അത് നടക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് കുഴിയെടുത്തിട്ട് അതിനകത്ത് കോൺക്രീറ്റ് നടക്കണം. കാരണം GI പൈപ്പിൻ്റെ അടിഭാഗം റൗണ്ടാണ് വരുന്നത്. ഒരിക്കലും അടിച്ചു കഴിഞ്ഞാൽ താഴാനും പോകുന്നില്ല. അടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ
ഇതിൻ്റെ മുകളിൽ വിറ്റമിൻ കോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തുരുമ്പെടുക്കില്ല. മറ്റത് GI കോട്ടറാണ്, അപ്പോൾ തുരുമ്പെടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. എല്ലാ മെറ്റീരിയൽസും വരുന്നത് ടാറ്റയുടെ തന്നെയാണ്, അല്ലാതെ മറ്റുള്ള ബ്രാൻഡുകളുടെ മെറ്റീരിയലൊന്നും വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഏകദേശം 20-25 വർഷം വരെ ലൈഫ് കിട്ടുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റേത് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടും കാര്യമില്ല, നമുക്ക് ഒരിക്കലും ഒരു 10 വർഷത്തിൽ കൂടുതൽ ലൈഫ് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ടാറ്റയുടെ പ്രൊഡക്ട്സ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ടാറ്റയുടെ സ്റ്റീലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം കാല് നിങ്ങളിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ പോസ്റ്റ്, ഫസ്റ്റ് കോൺക്രീറ്റ് കാല്, രണ്ടാമത് GI പൈപ്പ്, ആംഗിൾ പോസ്റ്റ്. ഇനി പ്രൈസിൻ്റെ കാര്യം കൂടിയും പറയാം. കോൺക്രീറ്റ് കാലിനേക്കാൾ കൂടുതൽ പ്രൈസാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. കാര്യം നമുക്ക് ഓൾമോസ്റ്റ് GI പൈപ്പിൻ്റെ അത്ര തന്നെ റേറ്റ് നമുക്ക് ഈ ഒരു ആംഗിൾ പോസ്റ്റിന് വരുന്നുണ്ട്. അത് മെറ്റീരിയൽ കിട്ടുന്നതും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. എങ്കിലും നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 4 ഫീറ്റ് ഹൈറ്റുള്ള ഫെൻസിങ് 4 അടി ചെയ്യുമ്പോൾ കോൺക്രീറ്റ് കാലും നമ്മളുടെ ഈ ഒരു ആംഗിളും തമ്മിൽ ഏകദേശം ഒരു 200 to 250 റുപ്പീസ് വരെ ഒരു മീറ്ററിൽ വ്യത്യാസം വരും. അത് ഡിപ്പെൻസ് ആണ് ഓരോ സൈറ്റിൽ വരുന്ന കാലുകളുടെ എണ്ണം, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന കാലുകളുടെ എണ്ണം, ഇതൊക്കെ കുറയുന്നതിനും കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരാറുണ്ട്. പിന്നെ അതിന് 250 രൂപ വരെ മാറ്റം വരാൻ കാരണം വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് കാലാകുമ്പോൾ മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ച് വയ്ക്കുക ചെയ്യുന്നത്. ഇത് കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം കാര്യമായിട്ട് വരാനുള്ള ഒരു കാരണം. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഈ പുതിയ മെറ്റീരിയലും പുതിയ സൈറ്റും പുതിയ വർക്കും കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് സൈറ്റ് വർക്കേഴ്സെല്ലാം സൈറ്റിൽ നിന്ന് ഇന്ന് തിരിച്ചു പോകും. അപ്പോൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഈ ഫെൻസിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന പേജും അതുപോലെ തന്നെ ലിങ്ക് ഫെൻസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേജും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി ചെയ്യുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും വലിയൊരു സൈറ്റാണ്. ഏകദേശം 400 മീറ്റർ വരുന്ന ഈ ഒരു സൈറ്റിലെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫെൻസിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മറുപടി കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. നമ്മുടെ സലാം സാറിൻ്റെ തന്നെ ചോദിച്ചോക്കാം നമ്മുടെ വർക്കിനെ കുറിച്ച്, എങ്ങനെ സൈറ്റിൽ വന്നതും കാര്യങ്ങളും എൻക്വയറി അറ്റൻഡ് ചെയ്ത സാർ എങ്ങനെ പറഞ്ഞോളൂ. നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തത് മുതൽ നമ്മൾ കൃത്യസമയത്ത് വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം സാറൊന്ന് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ മെറ്റീരിയൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ചെയ്തു എന്ന് സാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. അല്ല, ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ചെയ്തിടത്തോളം വർക്കെല്ലാം കുഴപ്പമില്ലാണ്ട് നടന്ന്. ഓക്കെ. പിന്നെ സാർ എന്തെങ്കിലും വേറെ വർക്കുകൾ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. എന്തായാലും നമ്മളെ കാണുന്നവരെ താങ്ക് യു. ഓക്കെ.